നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള 6 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ചാൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ പവർ ഉള്ളതാണ്. നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വാട്ട് സ്പോയിലർ ആപ്പ്. വാട്ട് സ്പോയിലർ ആപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമുക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ അയക്കുന്ന സമയത്ത് ഒന്നുകിൽ നോട്ടിഫിക്കേഷൻ പാനൽ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ പോപ്പായി വരുന്ന സമയത്ത് ആ മെസ്സേജ് നമ്മുടെ അടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കോ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഡ് അവിടെ ടൈറ്റിലായിട്ട് കൊടുക്കാൻ പറ്റും. അതിന് താഴെയായിട്ട് എന്താണോ നിങ്ങളുടെ മെസ്സേജ്, എന്താണോ നിങ്ങളുടെ കണ്ടൻറ്റ്, അത് ടൈപ്പ് ചെയ്ത് ചേർക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ലവറിന് ഞാൻ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ ആ ഒരു ഉമ്മ കൊടുക്കുന്നത് കാണരുത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവിടെ സ്പോയിലർ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കാം. അതിനുശേഷം താഴെയായിട്ട് എൻ്റെ ഉമ്മ UMMMMA ഉമ്മ കൊടുത്തു, ഉമ്മ ടൈപ്പ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിനെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ വാട്സപ്പിൽ ആദ്യത്തെ നിങ്ങളുടെ ആ ഒരു ടൈറ്റിൽ മാത്രമായിരിക്കും കാണുക. അതിൻ്റെ തൊട്ട് താഴെയിട്ട് റീഡ് മോർ എന്ന് പറയുന്ന ബട്ടൺ ആയിരിക്കും വരിക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെസ്സേജ് എൻ്റെ ലവർ റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അലേർട്ട് ടൈറ്റിൽ ഉണ്ടല്ലോ, അതായത് നമ്മൾ കൊടുത്തില്ലേ ആദ്യത്തെ ടൈറ്റിൽ, ആ ഒരു ടൈറ്റിൽ മാത്രമായിരിക്കും കാണുക. അവർ മെസ്സേജ് എടുത്തതിന് ശേഷം റീഡ് മോർ കുത്തുന്ന സമയത്തായിരിക്കും അതിൻ്റെ കണ്ടന്റ് പുറത്തു വരിക. അടിപൊളി സാധനമാണ്. നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാഷ് കറു. ക്യാഷ് കറു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിങ്ങിനിടയിൽ ഒരുപാട് രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് പിടിക്കാനായിട്ട് പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫ്ലിപ്കാർട്ട്, മിൻട്ര, ജബോങ് ഇതേപോലുള്ള പല വെബ്സൈറ്റിലും ഷോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുറേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് കാണും. അതുകൂടാതെ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് തിരിച്ച് കിട്ടിയാലോ, ഇങ്ങനെ ഉണ്ടായിരിക്കും. എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് കറോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് GOM25 എന്ന് പറയുന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 രൂപ സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടും. ക്യാഷ് കറോയുടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ രത്തൻ ടാറ്റ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ്. അത് മാത്രമല്ല, ഇതിന് ഏകദേശം 1500ഓളം ഷോപ്പിംഗ് വെബ്സൈറ്റുകളുണ്ട്. മിന്ത്ര, അജിയോ ഇതേപോലുള്ള പല വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ കിട്ടുന്ന ക്യാഷ് ബാക്കിന് ഡയറക്റ്റ്ലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും, അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, GOM25 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. യൂസ് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഒരു 25 രൂപ കിട്ടും കേട്ടോ. അതിനുശേഷം അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു വെബ്സൈറ്റിലാണോ ഷോപ്പ് ചെയ്യാനുള്ളത് ആ ഒരു വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. വെബ്സൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഓറഞ്ച് കളർ ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്യാഷ് ബാക്ക് ആക്ടിവേറ്റ് ആവും. എന്നിട്ട് നിങ്ങൾ നോർമലി ഷോപ്പ് ചെയ്യുന്നത് പോലെ ഷോപ്പ് ചെയ്യുക, പേ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്പിൻ്റെ ഏർണിംഗ് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആമസോൺ വൗച്ചറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കൊണ്ടും തീരുന്നില്ല, ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് നിങ്ങളിത് റെഫർ ചെയ്ത് കൊടുത്തു, അയാൾ ക്യാഷ് ബാക്ക് ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ 10% നിങ്ങൾക്ക് കിട്ടും. മൊത്തത്തിൽ ഊറ്റലാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മൂന്നാമത്തെ ആപ്പ് സ്ക്രീൻ ഫ്ലാഷ് ലൈറ്റ്. ഈ സ്ക്രീൻ ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുന്നത് ചില ഫോണുകൾ നമുക്കറിയാം ഫ്ലാഷോട് കൂടി വരുന്നുണ്ട്, ഫ്രണ്ട് സെൽഫി ഫ്ലാഷ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ പല ഫോണുകൾക്കും ഇല്ല. അപ്പോൾ ഈ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് രാത്രി ഇരുട്ടത്തിരുന്ന് വീഡിയോ കോൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നവർക്ക് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ലൈറ്റ് അണഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഫേസ് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കളറിലുള്ള ഫ്ലാഷുകൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങളുടെ വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ മേളിലായിട്ട് ഒരു ഭാഗം വരിക, അവിടെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന കളറിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഫ്ലാഷ് പോലെ കിട്ടുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ഫേസ് വിസിബിൾ ആകും. അത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇരുട്ടത്ത് വീഡിയോ കോൾ ചെയ്യുന്ന ലോജിക്ക് തന്നെ എനിക്ക് കിട്ടുന്നില്ല. നമ്മുടെ അടുത്ത ആപ്പ് എന്ന് പറയുന്നത് സ്ക്രീൻഷോട്ട് ഗോ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ഉള്ളൊരു ആപ്പാണ്. അതായത് നമ്മുടെ സ്ക്രീൻഷോട്ടുകൾ, നമ്മളെടുക്കുന്ന സ്ക്രീൻഷോട്ടുകൾ മൊത്തം വന്ന് സേവ് ആയി കിടക്കുന്ന ഒരു ഗാലറി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഇതിനുള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്തു, അതിൻ്റെ അകത്ത് ചിലപ്പോൾ അതൊരു ഡോക്യുമെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു പിക്ചർ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വേർഡ് ഉള്ളതായിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള എല്ലാ സ്ക്രീൻഷോട്ടും ഇതിൻ്റെ അകത്തുണ്ടാവും. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ
അതിൻ്റെ അകത്ത് ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കാണുമല്ലോ, ആ ഒരു കണ്ടൻറ്റ് സെർച്ച് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സോണാർ എന്ന് സെർച്ച് ചെയ്ത സമയത്ത് എൻ്റെ ഫോണിൻ്റെ അകത്ത് സോണാർ എന്ന വേർഡുള്ള സ്ക്രീൻഷോട്ട് ഏതാണോ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ച് തരും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് ആയിരിക്കും, അശ്വതി അച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ എടുത്തതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഗോയിൻ്റെ അകത്ത് കയറിയിട്ട് അശ്വതി അച്ചു എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് അശ്വതി അച്ചുവിൻ്റെ സ്ക്രീൻഷോട്ട് തരും. സ്ക്രീൻഷോട്ട് ഗോ. നമ്മുടെ 5ാമത്തെ ആപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് പാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഹലോ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ടൈപ്പ് ചെയ്യാനായിട്ട് മടിയുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ ഷോർട്ട് കട്ട് ഇടാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ടും അതുപോലെ തന്നെ ഫ്രേസും ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഷോർട്ട് കട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലെറ്ററോ 2 ലെറ്ററോ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഫ്രേസിൻ്റെ അവിടെ നിങ്ങൾക്ക് എന്ത് പാരഗ്രാഫാണോ വേണ്ടത്, ഫോർ എക്സാമ്പിൾ എന്ന് കൊടുക്കുക ഷോർട്ട് കട്ട്. എന്നിട്ട് ഫ്രേസിൻ്റെ അവിടെ ഹലോ ഹൗ ആർ യു, ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം, ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്യുക. ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചാറ്റ് ചെയ്യുന്ന സമയത്ത്, അത് എവിടെയോ ആവട്ടെ, മെസ്സേജ് അയക്കുന്ന സമയത്തായാലോ ചാറ്റ് ചെയ്യുന്ന സമയത്തായാലോ SMS അയക്കുന്ന സമയത്തായാലോ ഈ ഷോർട്ട് കട്ട് നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ആ ഒരു ഷോർട്ട് കട്ടിൻ്റെ എക്സ്പാൻഡഡ് വേർഷൻ ഉണ്ടല്ലോ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇരുന്ന് ടൈപ്പ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല, പടപെടാന്ന് കാര്യം നടക്കും. ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്പ് മിനി റിവ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് പുതിയ ആൻഡ്രോയിഡ് ഗെയിമുകൾ ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മിനി റിവ്യൂ എന്ന് പറഞ്ഞ ആപ്പ് വളരെ യൂസ്ഫുള്ളാണ്. അതായത് നമുക്ക് ഹാൻഡ് പിക്ഡ് ആയിട്ട് ബെസ്റ്റായിട്ടുള്ള ഗെയിമുകളുടെ റിവ്യൂ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഇഷ്ടപ്പെട്ട ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്യാനും പറ്റും. അപ്പോൾ പുതിയ ഗെയിമുകൾ ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ബെസ്റ്റ് ചോയ്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ 6 കിടിലം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, മൈൻഡ് ബ്ലോയിങ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് കണ്ടിട്ടുണ്ട്. എല്ലാം യൂസ്ഫുൾ ആവുന്ന ആപ്ലിക്കേഷൻസ് തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ക്യാഷ് കർ നിങ്ങൾ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് ഗോം 25 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 25 രൂപ സൈനപ്പ് ബോണസും കിട്ടും. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.